നോക്കിയാലും സമരങ്ങളും ഹർത്താലുകളുമാണ്. ജനജീവിതത്തെ സ്തംഭിപ്പിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഹർത്താലാണ്. ആ ഹർത്താലിൽ ജനം പാടെ വലയുകയായിരുന്നു ചെയ്തത്. മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത, താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ഒരു സമൂഹത്തെ പിറകോട്ട് വലിക്കുന്ന കാലഹരണപ്പെട്ട ഇത്തരം സമരമുറകളെ തിരസ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. KSRTC ബസ്സുകൾ തടഞ്ഞു. നാട്ടുകാരാകെ വലഞ്ഞു. തമ്പാനൂരിലും കാട്ടാക്കടയിലും നെടുമങ്ങാടും കഴക്കൂട്ടത്തുമൊക്കെ KSRTC ബസ്സുകൾ തടഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സമരാനുകൂലികൾ നടത്തിയത്. നാലോ അഞ്ചോ പേർ ചേർന്ന് എന്ത് തോന്നിയ കാണിക്കാൻ ഇത് ഞങ്ങളെല്ലാം കൂടെ സംഘടിച്ചാൽ നീ ഇന്ന് ഒരു പുല്ലും ചെയ്യില്ല. ഈ പ്രതിഷേധങ്ങൾക്കിടയിലുണ്ടായ വളരെ വിഷമിപ്പിക്കുന്ന കാര്യം പ്രവേശന പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ KSRTC ബസ്സുകളിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ്. പരീക്ഷ എഴുതാൻ വന്നപ്പോഴത്തേക്കും പറ്റിയില്ല. 10:30 ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ 6 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് പോലും ഇവിടെ എത്താൻ പറ്റിയില്ല. എന്നിട്ട് ഞങ്ങള് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോണ്ടാക്ട് ചെയ്തു. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ക്ഷാം എന്ന് പറഞ്ഞ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ വിട്ടില്ല. അതുപോലെ ഒരുപാട് ആൾക്കാർ തിരിച്ചു പോവുകയും ചെയ്തു. തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ അടക്കം തടഞ്ഞ സമരക്കാർ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയ ക്യാൻസർ രോഗിയെയാണ് തിരുവല്ലയിൽ സമരക്കാർ തടഞ്ഞത്. ഈ മുടിഞ്ഞ സർക്കാരിന് ഈ കണ്ട മനുഷ്യരുടെയൊക്കെ ദിവസേനയുള്ള ഈ ദുരിതത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടൂടെ? രോഗിക്ക് നേരെ സമരക്കാർ തട്ടിക്കേറി. ചോദ്യം ചെയ്തതിനാൽ വിട്ടയക്കില്ലെന്ന് പറഞ്ഞായിരുന്നു തർക്കം. അടൂരിൽ വാഹനം തടയാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് കുഞ്ഞുങ്ങളുമായി എത്തിയ യുവതികൾ സമരക്കാർക്ക് നേരെ പൊട്ടിത്തെറിച്ചു. ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ, ഞങ്ങൾ അറിയുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് പോലീസാണ്. ഇതൊരു തീക്കളിയാണെന്ന് പോലീസ് മനസ്സിലാക്കണം. ഞങ്ങൾ വളരെ സമാധാനപരമായ ഹർത്താലാണ് നടത്തുന്നത്. ഞങ്ങൾ വളരെ സമാധാനപരമായ ഹർത്താലാണ് നടത്തുന്നത്. ഒരു വാച്ച് കടയാണെന്ന് തോന്നുന്നു, വാച്ച് ഷോറൂം ആണെന്ന് തോന്നുന്നു. അവിടെ ടൈറ്റാൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അതൊക്കെ അടപ്പിക്കണം. കടയ്ക്കുള്ളിലേക്ക് കയറി പ്രതിഷേധിക്കുക. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ട. കട അടപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ്. നിർബന്ധപൂർവ്വം കടകൾ അടപ്പിക്കുകയാണ്. കൊടികളുമായി ഈ പ്രവർത്തകർ കടകൾക്കുള്ളിലേക്ക് കയറുകയാണ്. അതിശക്തമായ പ്രതിഷേധം. കടകൾ അടയ്ക്കാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാട്. ഒന്ന് കണ്ണുറിച്ചാലേ ഇവറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛാ ആത്മീയ ഹൈ. തെറ്റാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. അടയ്ക്കാൻ കടകൾ അടയ്ക്കാൻ തയ്യാറാകുമെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നോ, വൈറ്റ് മെയിൽ. ഞാൻ പുറത്തുണ്ടാവും ഉണ്ണി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിടാൻ നോക്കിയാ ആ കൈ ഞാൻ വെട്ടു. എന്താണ് തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം പാടാ. തന്നോട് കളിക്കാൻ ഞാനുണ്ട്. അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും. കഴിവേറി കേൾക്കും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ. മേലാൽ ഈ ഏരിയയിൽ എങ്ങനെ കണ്ടുപോയാ ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. പ്രതിഷേധങ്ങൾ കടുക്കുമ്പോൾ അത് ഹർത്താലാവുക, പ്രഖ്യാപിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. ആ കൂട്ടത്തിൽ അതുപോലൊരു ഹർത്താൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയും പോലെ ഈ ഹർത്താൽ നടത്തിയവരെല്ലാം ഗുണ്ടകളെന്ന് പറയാൻ പറ്റില്ല. അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുവാണ്. പക്ഷെ അത്
അതൊരു ആക്ഷേപമാണ്. ശ്രീജിത്ത് പണിക്കർ ഹർത്താൽ നടത്തിയവരെയല്ല, ഹർത്താലിൽ അക്രമം നടത്തിയിരിക്കുന്ന ആൾക്കാരെ ഗുണ്ടകളെന്ന് 3 വട്ടം പറയും, അല്ലെങ്കിൽ 100 വട്ടം പറയും. സമാധാനപരമായിട്ട് ഹർത്താൽ നടത്തിയിരുന്നവരെ അല്ല പറഞ്ഞത്, അക്രമം നടത്തിയ ആൾക്കാരെ, വഴി തടഞ്ഞ ആൾക്കാരെ എന്ന് തന്നെയാണ്. അതിലൊരു റിഗ്രറ്റും ഇല്ല. അങ്ങനെ കാണിക്കുന്നവർ ഗുണ്ടായുസമാണ് കാണിക്കുന്നത്, തെമ്മാടിത്തരമാണ്. അത് കാണിക്കുന്ന ആൾക്കാർ ഗുണ്ടകളാണ്, സംശയമില്ല. 100% ഞാൻ യോജിക്കുന്നു. പോലീസിനെതിരെ ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഒരു കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്ക് നീതി നടപ്പാക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ഹർത്താൽ നടത്താനിരുന്നാൽ കേരളത്തിൽ എല്ലാ ദിവസവും ഹർത്താലായിരിക്കും. അദ്ദേഹം ഇന്ന് ഒരു ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീ സണ്ണി കവിക്കാട് പറഞ്ഞത് ഇന്നൊരു പ്രത്യേക സാഹചര്യമാണ്, അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള അവകാശം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആണെന്ന് കരുതരുതെന്നാണ്. അത് തീരുമാനിക്കാൻ ശ്രീ സണ്ണി കവിക്കാട് ആരാണ്? നിങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന് കരുതി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭരണഘടനാദത്തമായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ആര് തന്നു? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ തീരുമാനിക്കേണ്ടത്? ഏതെങ്കിലും ഒരു രോഗി അയാളുടെ ഡയാലിസിസിന് പോകണോ, അയാളുടെ കീമോതെറാപ്പിക്ക് പോകണോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ 7 ദിവസം മുമ്പ് ഹർത്താൽ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കണോ? ഇത് വെള്ളരിക്കാപ്പട്ടണോ ഉഗാണ്ടയോ ഒന്നും അല്ല. ഇവിടെ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. എവിടെയെല്ലാം എത്രത്തോളം മര്യാദകരുണ്ടായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷ എഴുതാനായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ വണ്ടി തടയുന്ന സ്ഥലത്ത് പെട്ടുകിടപ്പുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അവർ പറഞ്ഞിട്ടുണ്ടാക്കണമായിരുന്നു. എങ്ങനെ? ഒരു 10 വണ്ടി കിടക്കുമ്പോൾ 10ാമത് കിടക്കുന്ന വണ്ടിയിലാണ് പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ഉള്ളതെങ്കിൽ ഇവർ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയെ പൊക്കി ഈ ക്യൂവിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമോ? എന്തൊക്കെ അസംബന്ധമാണ്. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതേപോലെ അദ്ദേഹം മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ടു, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന്. സാറേ, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിന് എങ്ങനെ കൊണ്ടുപോകാനാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടി ഉള്ളത്? ആ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ മുന്നിൽ കിടന്നിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുകയും അതിന്റെ മുന്നിൽ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന അനുസരിച്ച് സ്റ്റേറ്റും പോലീസും ഒക്കെ ഇവിടെയുള്ള രോഗികളെയും ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും എല്ലാം ഇന്ന് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനമില്ല. അതിനാണ് KSRTC ഉള്ളത്. ആ സംവിധാനത്തിനെ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ തടഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂര്, പഴയങ്ങാടി, കാൾടെക്സ്, പേരാമ്പ്ര, ഉള്ളിയേരി, എറണാകുളം, കോട്ടയം, തിരുനക്കര, തിരുവല്ല, അടൂര്, തമ്പാനൂര്, ഇവിടെ കണിയാപുരം, നെടുമങ്ങാട്, തടയാത്ത സ്ഥലം ഏതാ ഉള്ളത്? എല്ലാ സ്ഥലത്തും തടഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളുടെ എന്തോ ഒരു ഔദാര്യം പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോകാൻ സംഭവിച്ചത്. സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനം തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ? ബാങ്കുകളെ തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ? ഈ ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ് ഉള്ളത് ഡേറ്റ് എടുത്തതിന് ശേഷമാണെന്ന് അറിയാമല്ലോ. ഇന്നത്തേത് അങ്ങോട്ട് മാറ്റി നാളെ വെക്കാനൊക്കത്തില്ലെന്ന് അറിയാമല്ലോ. അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ലേ? ഒരാഴ്ച മുൻപ് തന്നെ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചതാണ്, നോട്ടീസ് നൽകി. ഒരാഴ്ച മുമ്പാണെന്ന് വെച്ചാൽ ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? വെല്ലൂരിലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സർവകലാശാല പോലുമല്ല. കേരളത്തിന് പുറത്തുനിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർവകലാശാലയുടെ ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾ അതിനോട് സെൻസിറ്റീവ് ആയിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നത്. വായിട്ടടച്ചിട്ട് കാര്യമില്ല. വായിട്ടലക്കല്ല, നിങ്ങൾ കാണിക്കുന്ന മര്യാദകേടിനെയാണ് തുറന്നു കാട്ടുന്നത്. വായിട്ടലപ്പല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന കയ്യൂക്കിന്റെ പ്രകടനം ഇന്നുണ്ടായിരുന്നു. ആ കയ്യൂക്കിന്റെ പ്രകടനത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് അന്തസ്സും അഭിമാനവുമുള്ള ആരും ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. ഒരു ഓഫീസും തുറക്കാത്ത നിരവധി ഹർത്താലുകൾ കേരളം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ആൾക്കാർ മുഴുവൻ തെരുവിലിറങ്ങി എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്നൊക്കെ വലിയ അതിനെ ഇവിടെ ആൾക്കാർ പുച്ഛിച്ച് തള്ളിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഹർത്താലുകളെ, അങ്ങനെയുള്ള ഇവിടെ ഹർത്താലുകൾ നടന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? ഹർത്താൽ ആക്രമണം നടന്നിട്ടില്ലേ? അത്തരം ആക്രമണങ്ങളൊന്നും ഇതിനകത്ത് നടന്നില്ലല്ലോ. വണ്ടി തടഞ്ഞു. ആര് പറഞ്ഞു? ഒരു വ്യക്തിക്ക് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയാൽ ആ ദിവസം പോകണമെങ്കിൽ നിങ്ങളുടെ ഹർത്താലിന്റെ നേതൃത്വം നൽകുന്ന ആൾക്കാർ തീരുമാനിക്കണമെന്ന് പറയുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അബ്സല്യൂട്ട് റൈറ്റ് ആണോ അല്ലയോ? ഈ പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് ചോദിക്കണം എന്നൊക്കെ പറയുന്നത് തേർഡ് റൈറ്റ് വർത്താനം നിങ്ങൾ പറയരുത്. ഒരു തേർഡ് റൈറ്റ് വർത്താനമൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തർ വന്നിട്ട് റോഡിൽ നിന്നിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ നീ ആശുപത്രി പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് റൈറ്റ് പ്രവൃത്തിയാണെന്ന് പറയാനായിട്ട് സണ്ണി കവിക്കാരൻ എന്താണ് ഉറപ്പില്ലാത്തത്? എന്താണ് നട്ടലുറപ്പില്ലാത്തത്? അവർക്ക് താങ്കൾ പറയണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പൊതുനിരത്തിൽ വന്നിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിക്കുന്നുണ്ട് നീ പോവണ്ടെന്ന് പറയുമ്പോൾ ആ കാണിക്കുന്നതാണ് സാറേ തേർഡ് റേറ്റ് പ്രവൃത്തി. അല്ലാതെ അത് ആ കാണിച്ചിരിക്കുന്ന തെമ്മാടുത്തമാണെന്ന് പറയുന്നത് അല്ല തേർഡ് റേറ്റ്. ആ കാണിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ് തേർഡ് റേറ്റ്. അതൊക്കെ നിങ്ങളുടെ സംസ്കാരം. ഇത്തരം ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് പറഞ്ഞത്. ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് തെമ്മാടിത്തരം എന്ന് പറഞ്ഞത്. റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തരമാണ് സാർ. അല്ലാതെ അതിനെ അഭ്യുദയകാംക്ഷി എന്നല്ല പറയുന്നത്. ഒരേ ഒരു കേസാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒരേ ഒരു കേസ് കേരളത്തിലെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതമാണ് സാർ, അയാളുടെ കുടുംബത്തിന്. ഇതിൻ രാജ് എന്ന് പറയുന്നത് ഒരാളിന്റെ കേസാണോ?
നിതിൻ രാജിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളിന്റെ കേസല്ല, കേരളത്തിന്റെ മൊത്തം കേസാണെന്ന് പറയുന്നത് പോലെ ഇന്ന് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിന്റെ കേസും നമ്മുടെ മൊത്തത്തിലുള്ള കേസാണ് സാറേ, അല്ല നിങ്ങളുടെ കേസ് മാത്രമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, അവര് ഹോസ്പിറ്റലിൽ പോയല്ലോ ആദ്യം. അവര് പോയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം, അത് പോലീസുകാർ കൊണ്ടുപോയിട്ടാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തൊന്നുമല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തല്ല. വഴി തടയാനായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പേരിലാണ് ശ്രീ കബിക്കാട്? താങ്കൾക്ക് അങ്ങനെ ഒരു അധികാരമില്ല ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുകയാണ്. ഇന്ന് തെരുവിൽ കണ്ടിരിക്കുന്നതാണ് തേർഡ് റേറ്റ് പ്രവൃത്തി. എവിടെയാണ്, എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്, എപ്പോഴാണ് പ്രവർത്തിക്കാത്തത് എന്ന കാര്യം അറിയാൻ പാടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഒരു വർഷമായി തയ്യാറെടുത്തിരുന്ന അവരുടെ എക്സാമിന്, എൻട്രൻസ് എക്സാമിന് അവസരം നിഷേധിച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ആ കാര്യത്തിനെ പറ്റി ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെട്ട പിള്ളേർക്ക് പോയത് പോയി. താങ്കൾ പറഞ്ഞു നിതിൻ രാജിന്റെ മരണത്തിൽ നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്ന് ഞങ്ങളെല്ലാം പറയുന്ന ഐക്യദാർഢ്യമുണ്ടല്ലോ, അത് വ്യാജമാണെന്ന് തെളിയുന്നു. ഞങ്ങൾ ഈ ഹർത്താലിനെതിരെ സംസാരിക്കുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്? നിങ്ങൾ തന്നെയല്ലേ ആ ഐക്യദാർഢ്യം ഇല്ലാതാക്കുന്നത്? ഞങ്ങളാണ് ഈ ഐക്യദാർഢ്യം ഇല്ലാതാക്കുന്നത് എന്നത് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നിരുന്നോളെ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള പോലീസ് ഓഫീസർമാരെ സമീപിക്കാമായിരുന്നു. ഞങ്ങൾ പരീക്ഷയ്ക്ക് വന്നത് ഞങ്ങളെ കടത്തിവിടാൻ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അവിടെ തീർച്ചയായും നടക്കുമായിരുന്നു. ഇതാര് തടഞ്ഞു ഈ പറയുന്ന നിങ്ങൾ? ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടോ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയാണെന്ന് പോലീസ് ഓഫീസേഴ്സിനോട് ആവശ്യപ്പെട്ടാൽ അവരിതിനുള്ള സംവിധാനം ചെയ്യും. തടഞ്ഞെങ്കിൽ നിങ്ങൾ പോകാനുള്ള അവകാശമുണ്ട്, നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന്. നിങ്ങൾ ഇത് ഹർത്താൽ പിന്നെ എന്തിനാ നടത്തുന്നത്? ആ ഹർത്താൽ എന്തിനാ നിങ്ങൾ നടത്തുന്നത്? നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാനോ? നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനോ? ആശുപത്രി പോകുന്നതിനെ തടയാനോ? ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങളാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കട തുറന്നേ മതിയാകൂ എന്ന് പറയുന്ന ആളിന്റെ അടുത്ത് കടയുടെ ഷട്ടർ ഇടോ എന്ന് പറയുന്നതിനാണോ നിങ്ങൾ ഹർത്താൽ നടത്തുന്നത്? ഈ ഹർത്താൽ നടത്തുമ്പോൾ ഹർത്താൽ നിർബന്ധിതമാകരുതെന്നാണ് സാറേ കോടതിയുടെ ഉത്തരവ്. താങ്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, കോടതി ഹർത്താലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. നിർബന്ധിതമായിട്ട് ഹർത്താൽ നടത്തരുതെന്നാണ്. അതായത് ഉത്തരവാദിത്വം ഇല്ല, പലവരും പലതും കാണിച്ചു, എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. കൈ കഴുകുക എന്നിതിനാണ് പറയുന്നത്. വാഷിംഗ് യുവർ ഹാൻഡ്സ് ഓഫ്. ഇമാതിരി പോക്കൃതം കാണിക്കണം.